ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എല്ലാവർക്കും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പഴം വെച്ചൊരു സ്നാക്സാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം ഒരു ബൗളിലേക്ക് മൈദയും ഗോതമ്പ് പൊടിയും ചേർക്കാം. ഇതിലേക്ക് അല്പം ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. ഇപ്പോൾ ഇത് നന്നായി ഇളക്കി കട്ടിയുള്ള ബാറ്ററാക്കി തയ്യാറാക്കാം. കട്ടയില്ലാതെ നല്ല സ്മൂത്തായി മിക്സ് ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു പാൻ വെച്ച് നെയ്യ് ചൂടാക്കാം. അതിലേക്ക് ചെറുതായി അരിഞ്ഞ കശുവണ്ടിയും ഉണക്കമുന്തിരിയും ചേർത്ത് അല്പം വഴറ്റുക. ഇത് നന്നായി ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് അര കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഏകദേശം 100 ഗ്രാം ശർക്കരയും ചേർക്കാം. ശേഷം അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ സ്വീറ്റ് ഫില്ലിംഗ് റെഡി. ഇത് നന്നായി മിക്സ് ചെയ്താലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. നന്നായി മിക്സ് ചെയ്യണം. തേങ്ങയിലേക്ക് ആ ബെല്ലം നന്നായി പിടിക്കണം. ഇപ്പോൾ പഴം എടുത്ത് നടുവിലൂടെ ചെറിയ മുറിവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് നിറക്കാം. ഒരുപാട് നിറക്കരുത്, ആവശ്യത്തിന് ഫില്ലിംഗ് നിറച്ചെടുക്കാം. അങ്ങനെ എല്ലാ പഴത്തിലും നമുക്ക് ഫില്ലിംഗ് നിറക്കാം. അങ്ങനെ എല്ലാ പഴത്തിലും ഫില്ലിംഗ് നിറച്ച് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിൽ ഈ പഴം നന്നായി മുക്കിയെടുക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കി ബാറ്ററിൽ മുക്കിയ പഴം അതിലേക്ക് ഇടുക. ഇപ്പോൾ ഇരുവശവും ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നതുവരെ നന്നായി വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ബനാന സ്നാക്ക് തയ്യാറായി. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.